അങ്ങനെ നമ്മുടെ ഭാമ ശ്രുതിക്ക് വാക്ക് കൊടുക്കുന്നുണ്ട്, നാളെ രാവിലെ എന്തായാലും ആ ഏലസ് കൊണ്ടുപോയി ചന്ദ്രയെ ഏൽപ്പിക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് ശ്രുതിയൊക്കെ ആലോചിച്ചിട്ട് സന്തോഷിച്ചിട്ട് പോകുന്നുണ്ട്. എന്തായാലും പിന്നെ കാണിക്കണം നമ്മുടെ ചന്ദ്ര മെല്ലെ പേടിച്ചിട്ട് രവിയെ നോക്കുന്നുണ്ട്. രവി എന്തെങ്കിലും ചീത്ത പറയുമോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ മെല്ലെ പേടിച്ചിട്ട് ഇങ്ങനെ പേപ്പറൊക്കെ താഴ്ത്തി നോക്കുന്നുണ്ട്. രവി ആണെങ്കിൽ അവിടെ നിന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട്. എന്തായാലും ചന്ദ്ര ഉള്ളിലേക്ക് പോകേണ്ട. ആ സമയത്ത് നമ്മുടെ സച്ചി രേവതി ഇരുന്ന് തേങ്ങയൊക്കെ ചിരകേണ്ട രേവതി. അതിന് ആ സച്ചി ആണെങ്കിൽ തേങ്ങ ഇങ്ങനെ എടുത്തെടുത്ത് കഴിക്കുന്നത് കാണുമ്പോൾ നമ്മുടെ ചന്ദ്രയ്ക്ക് ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ട്, എടാ നീക്കടാ അവിടെ നിന്ന് പറയുന്നുണ്ട് നമ്മുടെ സച്ചിയോട്. സച്ചി നീക്കുന്ന സമയത്ത് പറഞ്ഞിട്ട് അഴിക്കടാ എന്ന് പറഞ്ഞിട്ട് മുണ്ട് ഇങ്ങനെ ഊരാൻ പറയാം. അയ്യേ എനിക്ക് മുണ്ട ഊരാൻ നാണം, അമ്മ എന്താ പറയണതെന്ന് പറയുമ്പോൾ ഞാൻ മുണ്ടല്ല ഊരാൻ പറയുന്നത്, നാണല്ലാത്തവനെ, എനിക്ക് അതിൻ്റെ ആ ഏലസില്ലേ ഇവിടെ നിനക്ക് കെട്ടിത്തന്നത് അതിങ്ങോട്ട് അഴിക്കടാ പറഞ്ഞു. ആരെ എനിക്ക് കെട്ടിത്തന്നത്, ഇവിടെ എനിക്ക് ഒന്നും കെട്ടിത്തന്നിട്ടില്ല പറയുമ്പോൾ, പിന്നെ നിനക്ക് അവിടെ കെട്ടിത്തന്നിട്ട് നിങ്ങളുടെ ഊരെന്ന് പറഞ്ഞ് നമ്മുടെ സച്ചിനെ കുറേട്ട് ബുദ്ധിമുട്ടിക്കണം. നമ്മുടെ രേവതി പറഞ്ഞിട്ട് ഇല്ലമ്മേ ഒന്നും ഞാൻ കെട്ടിക്കൊടുത്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ സച്ചി ഈ രേവതിയോടും ചോദിക്കുന്നുണ്ട്, പിന്നെ ആരാ ഏലസ് കൊണ്ടുപോയ ഏലസ് എവിടെ, ഞാൻ പൂജാമുറിയിൽ ശ്രുതിക്ക് വേണ്ടി വെച്ചിരുന്നതിൽ അത് എവിടെ പോയി എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സച്ചി രേവതി പറഞ്ഞിട്ട് ഞങ്ങൾക്ക് അറിയില്ല, ഞങ്ങൾ എടുത്തിട്ടില്ല, എവിടെ പോയിന്ന് ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറയുന്നുണ്ട്. എന്തായാലും അപ്പോൾ ചന്ദ്ര ഈ ഏലസ് എവിടെ പോയി എന്ന് അന്വേഷിച്ച് കണ്ടെത്താൻ പോവുകയാണ്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കേണ്ടത്. ഇതുപോലെ പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.